إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له فمن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവൻ്റെ ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളിലൊന്നാണ് അവന് കയറി താമസിക്കാൻ ഒരു വീടും അതിനാവശ്യമായ സൗകര്യങ്ങളും എന്നത്. എല്ലാ ആളുകളും അവരുടെ ജീവിതത്തിലെ അധ്വാനത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും നല്ലൊരു ഭാഗം നീക്കിവെക്കുന്നതും വിനിയോഗിക്കുന്നതും അവൻ്റെ വീടുണ്ടാക്കാനും അത് സൗകര്യപ്പെടുത്താനും വേണ്ടിയാണ്. അതിന് കാരണം ഒരു അഭയ കേന്ദ്രം പോലെ, ഒരു സുരക്ഷിത ഇടം പോലെ അവന് കയറി ചെല്ലാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് സ്വന്തം വീട് എന്നത്. വിദേശ രാജ്യങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മൾക്കറിയാം, അവർക്ക് ഏത് സമയത്തും നാട്ടിലേക്കും വീട്ടിലേക്കും എത്തിച്ചേരണമെന്നാണ് ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നത്. നമ്മൾക്കൊക്കെ അറിയാം, അവരൊക്കെ നിൽക്കുന്ന രാജ്യവും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും നമ്മുടെ നാടിനേക്കാളും വീടിനേക്കാളും ഒക്കെ സൗകര്യമുള്ള, വിശാലമായ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷെ എന്നാലും സ്വന്തം വീട്, സ്വന്തം നാട് അതൊരു സുരക്ഷിത സ്ഥലമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടുകയാണ്. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതി. നമുക്ക് ഈ വീടില്ലാത്ത ആളുകളെ അവർ പെരുവഴിയിലാണ്, ഒരു അഭയസ്ഥാനമില്ലാത്തവനായി മാറുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഏരിയകളൊന്നാകെ, പല സ്ഥലങ്ങളിലും ഏരിയകളൊന്നാകെ ബുൾഡോസർ വച്ച് വീടുകളാണ് തകർക്കുന്നത്. ആ തകർക്കലിൻ്റെ സ്വാഭാവിക ഫലം അവരൊന്നാകെ അഭയാർത്ഥികളായി മാറുമെന്നുള്ളതാണ്. ഫലസ്തീനിലെ ഗസയിലെ സംഭവം നമ്മൾക്കറിയാം. അവിടെ താമസ സ്ഥലങ്ങളൊക്കെ തകർത്ത് കളയുകയാണ്. അതോടുകൂടി അവർ അഭയാർത്ഥികളായി മാറി.
മുമ്പ് നമ്മൾക്ക് തന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കുറേ അനുഭവങ്ങൾ അറിയാം. വീട് തകർത്ത് കളഞ്ഞാൽ അവർ അഭയാർത്ഥികളായി മാറുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മൾക്കൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ, വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളാണ് നമ്മൾ. സുരക്ഷിതമായി ചെറുതായാലും വലുതായാലും നമ്മൾ പറയുന്നത് പോലെ അവനവൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് കയറിക്കിടക്കാൻ ഒരിടവും സമാധാനമായി വിശ്രമിക്കാൻ ഒരു സ്ഥലവും എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കാണേണ്ടത്. പുതിയ നമ്മുടെയൊക്കെ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയ ഭാഗ്യവും അനുഗ്രഹവും സിദ്ധിച്ചവരാണ് നമ്മളിന്ന് നമ്മൾക്ക് വിലയിരുത്താൻ കഴിയും. അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തോട് വേറൊരു താബിയായ ആള് ചോദിക്കുകയാണ്, അലസ്ന മിനൽ ഫുഖറാ ഇൽ മുഹാജിരീൻ, നമ്മളൊക്കെ ഈ ദരിദ്രരായ അഭയാർത്ഥികളുടെ കൂട്ടത്തിലല്ലേ പെടുന്നത് എന്ന് ചോദിച്ചു. ഒരു സംശയം അയാൾ ഉന്നയിച്ചതാണ്. അപ്പൊ അദ്ദേഹം അതിന് നൽകിയ മറുപടി, അദ്ദേഹത്തോട് ചോദിച്ച മറുപടി, അലക്ക ഇമ്രാത്തു തേവിയിലേഹ, നിനക്ക് കയറി ചെല്ലാവുന്ന സമാധാനം തേടാവുന്ന ഒരു ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് സമാധാനം കിട്ടുന്ന, കയറി ചെന്നാൽ സമാധാനം നൽകുന്ന ഒരു ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് എനിക്കുണ്ട്. അടുത്ത ചോദ്യം, അലക്ക മസ്കനുൻ തസ്കുനു ഇലൈഹ, നിനക്ക് താമസിക്കാവുന്നൊരു വീടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതേ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രതികരണം, അൻത മിനൽ അഗ്നിയാ, നീയൊക്കെ വലിയ സമ്പന്നരുടെ കൂട്ടത്തിലാണ് എണ്ണുന്നത്, സമ്പന്നരുടെ കൂട്ടത്തിലായിട്ടാണ് നിന്നെയൊക്കെ എണ്ണുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം എന്നെ തുടർന്ന് പറഞ്ഞു, ഫൈനലി ഹാദിമൻ, അല്ല എനിക്കൊരു സേവകനുണ്ട്, പണി എടുക്കാൻ വീട്ടിലൊരു വേലക്കാരൻ സേവകനുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫാൻത മലിക്കുൻ, നീ രാജാവാണ്. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ആ സഹാബി, റസൂലിൽ നിന്ന് പഠിച്ച ആ സഹാബി പരിചയപ്പെടുത്തുകയാണ്. ഒരു വീട്, സമാധാനത്തോടു കൂടി ചെല്ലാവുന്ന ഒരു വീട്, ഭാര്യ, അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മലിക് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. താൻ രാജാവാണ് എന്നാണ്, അത്രയൊക്കെ അർഹിക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകാവുന്ന, ജീവിതാവശ്യങ്ങൾക്ക് മുട്ടുവരാതെ നടന്നു പോകാവുന്ന ഒരു സൗകര്യങ്ങളെ ആവശ്യപ്പെടുന്നുള്ളൂ ഇസ്ലാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്. എല്ലാ ആളുകളും നമ്മുടെ ഈ വീട്, നമ്മൾക്കൊക്കെ വീടുകളുടെ ആ വീടൊക്കെ വളരെ ഐശ്വര്യപൂർണമാകണമെന്നാണ് പറയാറുള്ളത്. ഐശ്വര്യമുള്ള വീടാകണമെന്നാണ്. അതിനുവേണ്ടി പല മതക്കാരും പലതും ചെയ്യാറുണ്ട്, പല ആളുകളും പലതും ചെയ്യാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇസ്ലാമിക നിയമങ്ങളും ചിട്ടകളും വീട്ടിനകത്ത് പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഐശ്വര്യ സമ്പൂർണമായൊരു വീടാണത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഐശ്വര്യ സമ്പൂർണമായൊരു വീടാണ്. അതിനെന്താ വേണ്ടത്? വീട്ടിനകത്ത് ഇസ്ലാമിക സംസ്കാരം വളരണം. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമയെ കാത്തിരിക്കുകയാണ്. ജിബ്രീൽ വരാമെന്ന് പറഞ്ഞു റസൂലിനോട്. മലക്കാണ്, റസൂലിന് വഹി കൊടുത്തു കൊടുക്കുന്ന മലക്കാണ്. വരാമെന്ന് പറഞ്ഞു. സമയമായിട്ടും എത്തുന്നില്ല. വൈകി കാത്തിരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം കഴിഞ്ഞ് ജിബ്രീൽ റസൂലിനോട് വിളിച്ചു പറഞ്ഞു, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറത്തു തമാസീല. റസൂലിനോട് വിവരം അറിയിക്കുന്നത്, വീട്ടിനകത്ത് നായ ഉള്ള ഒരു വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. രൂപങ്ങൾ കൊത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അള്ളാഹുവിന്റെ മാലാഖമാർ, മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ വെച്ച്, നായ ഉള്ള വീട്ടിൽ, എൻ്റെ വീട്ടിൽ, റസൂലിന്റെ വീട്ടിലേക്കാണിത്. അപ്പൊ പ്രശ്നം, ഏതോ ഒരു ചെറിയ നായ്ക്കുട്ടി, അങ്ങനെ തന്നെയാണ്, ചെറിയൊരു കുട്ടി ആ വീട്ടിന്റെ കട്ടിലിന്റെ അടിയിൽ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അത് പിടിച്ചെടുത്ത് പുറത്തിടാൻ പറഞ്ഞു. പുറത്തേക്ക് തള്ളി. ആ വിഷയം റസൂലിനെ പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം നബിയെ പഠിപ്പിച്ചത്.
ഒന്ന് നമ്മുടെ ഐശ്വര്യമുള്ള വീട്, നല്ല ബർക്കത്തുള്ള വീട് എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിനകത്ത് നായ പറ്റില്ല. നമ്മുടെ ഇടയിൽ പൊതുവെ ആ സംസ്കാരമില്ല. നമ്മുടെ നാട്ടിലെ പല മതവിഭാഗക്കാരും ആ സംസ്കാരം വെച്ച് പുലർത്തുന്നവരാണ്. നായയെ വീട്ടിനകത്ത് വളർത്തും, ബെഡ്റൂമിൽ കിടത്തും, ഒപ്പം ഭക്ഷണം കൊടുക്കും, കുട്ടികളോടൊന്നിച്ച് കളിച്ചു വളരും, മക്കളാണ് എന്നാണ് പറയുക. ഇതൊക്കെ ആവാം, പക്ഷെ അതൊക്കെ അവർക്കാവാം, നമ്മൾക്ക് പറ്റില്ല. വീട്ടിനകത്ത് നായയെ വളർത്താൻ പറ്റില്ല. അത് അള്ളാഹുവിന്റെ മലക്കുകൾ, കാരുണ്യത്തിന്റെ മലക്കുകൾ കയറി വരാത്ത ഇടമാണ് എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാം റസൂലിനെ പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു നായ വന്നപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. എന്നാൽ നായ നമ്മൾക്ക് അസ്പൃശ്യമായ, തൊട്ടുകൂടാത്ത, അല്ലെങ്കിൽ തീരെ അടുപ്പിക്കാൻ പാടില്ലാത്ത ഒന്നല്ല. അത് നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ മതവിരുദ്ധരായ ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഒരു സാധുവായ, ഉപകാരമുള്ള നല്ലൊരു ജീവിയെ വെറുക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നാണ്. അല്ല, നായയെ അംഗീകരിക്കുന്നുണ്ട്. അതിന് നമുക്ക് വായിക്കുന്ന ഉപയോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അതിലെ ഹദീസുകൾ വന്നിട്ടുണ്ട്. കൃഷി ആവശ്യങ്ങൾക്ക് അതിന് ഉപയോഗിക്കാം, കാവൽ നിർത്താൻ ഉപയോഗിക്കാം, വേട്ടക്ക് മുക്കല്ലിബീൻ, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്കാണത്. വേട്ടനായ എന്നാണ് ഉപയോഗിച്ചത്. അത് ഏത് മൃഗത്തെ വേട്ടക്ക് പഠിപ്പിച്ചാലും നായാട്ട് എന്നാണ് പറയുന്നത്. ഖുർആൻ അതേ വാക്കാ ഉപയോഗിച്ചത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. നായ അല്ലാത്തൊരു ജീവിയെ വേട്ടക്ക് വേണ്ടി പഠിപ്പിച്ചെടുത്താൽ നായാട്ടിന് ഉപയോഗിച്ചു എന്ന ആ വാക്ക് തന്നെ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. നിങ്ങൾക്ക് അഭ്യസിപ്പിച്ചുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട് വേട്ടക്ക് നായ ഉപയോഗിക്കാം. അത് പിടിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അറുത്ത് ബിസ്മില്ല അറുത്ത് തിന്നുകയും ചെയ്യാം. അതിന് ബിസ്മില്ല വിട്ടാൽ അതിനെ പിടിച്ച് തിന്നുകയും ചെയ്യാം. അതൊരാവശ്യമാണ്. അതൊക്കെ അംഗീകരിക്കുന്നത്. പക്ഷെ വീട്ടിനകത്ത് അത് വളർത്താൻ പറ്റില്ല. കാവൽ വളർത്താം. അതൊരു ഉപകാരമുള്ള ജീവിയാണ്. സൂറത്തുൽ കഹ്ഫില് പാരായണം ചെയ്യുന്ന ആളുകൾക്കറിയാം, ഗുഹാവാസികളായ ആളുകൾ ഗുഹയിൽ അഭയം തേടിയപ്പോൾ അവർക്ക് കാവൽ നിന്നിരുന്ന് അവരുടെ നായ അവരുടെ ഗുഹാമുഖത്ത് കൈ ഇങ്ങനെ വെച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗങ്ങളാണ്. അതിനൊക്കെ ഉപയോഗിക്കാം, പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. അത് ഇങ്ങനെ തീരെ ഒഴിവാക്കേണ്ട ഒരു സാധനമല്ല. പക്ഷേ വീട്ടിനകത്ത് വളർത്താൻ പറ്റില്ല. അത് ഉപദ്രവകാരിയാണെങ്കിൽ കൊന്നുകളയുകയും ചെയ്യാം. റസൂൽ പറഞ്ഞു, ഖംസു മിനൽ ഫവാസിഖ്, 5 ജീവികൾ എന്ന് പറഞ്ഞിട്ട് റസൂൽ ഒരിക്കൽ പറഞ്ഞത്. അത് ഹറമിന്റെ അകത്താണെങ്കിലും, ഹറം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ചുറ്റുമുള്ള, കഅബാലയത്തെ ചുറ്റുമുള്ള വിശുദ്ധമായ ഒരു ഏരിയ. അവിടെ ഒന്നും നശിപ്പിക്കാൻ പാടില്ല. അവിടെ ഒന്നും കൊല്ലാനും വെട്ടാനും മുറിക്കാനും ഒന്നും പാടില്ല. പക്ഷെ അതിന്റെ അകത്തും പുറത്തുമൊക്കെ കൊല്ലാൻ അനുവാദമുള്ള ജീവികളെ റസൂൽ എണ്ണിയിട്ടുള്ളത്. 1 കാക്ക ഉപദ്രവകാരിയാണെങ്കിൽ അതിനെ കൊല്ലാം. 2 പരുന്തിനെ കൊല്ലാം. 3 വന്നിട്ട് പറഞ്ഞത് അൽ കെൽബുൽ അഖൂർ, കടിക്കുന്ന നായ. കടിക്കുന്ന നായ ഉപദ്രവകാരിയാണെങ്കിൽ കൊല്ലാം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അതുപോലെ തേളി, എലി, ഇതൊക്കെ പറഞ്ഞു. അപ്പം നായ നമ്മുടെ വീട്ടിനകത്ത് വളർത്താൻ പാടില്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. ഇതാണ് വീട് ബർക്കത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. റസൂൽ പറഞ്ഞ 2 കാര്യങ്ങളൊന്നതാണ്. നമ്മൾക്ക് വലിയ നല്ല ഒരു അനുഗ്രഹമുള്ള വീടാകണം എന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ. രണ്ടാമതൊന്ന് പറഞ്ഞുള്ള റസൂല് ഈ സുവറും തമാസിൽ, ശില്പങ്ങളും രൂപങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് ആരാധ്യ വസ്തുക്കളുടേത് വീട്ടിനകത്ത് പാടില്ല. അത് മുമ്പൊക്കെ വളരെ വ്യാപകമായിരുന്നു. ഇപ്പോഴേതാണ്ടൊക്കെ നമ്മളുടെ ആളുകളുടെ എല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അതും റസൂല് പാടില്ല എന്ന് പറഞ്ഞ ഒരു രംഗാണ്. പക്ഷെ നമ്മുടെ ആളുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനോട് അടുത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ സ്വീകരണ മുറികളിലൊക്കെ പതിച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങൾ, നഗ്നമായ ചിത്രങ്ങൾ, സ്ത്രീകളുടെയും അല്ലാത്തതൊക്കെ ചിത്രങ്ങൾ ബെഡ്റൂമുകളിൽ പതിച്ചു വെക്കുന്ന ആളുകളുണ്ട്. യുവാക്കളൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. കിടന്നിങ്ങനെ കാണാവുന്ന വിധത്തിൽ തന്നെ പതിച്ചു വെക്കുന്ന ആളുകൾ, സ്വീകരണ മുറികളിൽ അത്തരം ചിത്രങ്ങൾ വെക്കുന്ന ആളുകൾ, ചുവരുകളിൽ ഒക്കെ കാണാൻ ചിത്രങ്ങൾ. ഇതൊന്നും അല്ലാത്ത ചില ആളുകൾ, ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ അവരുടെ ആരാധ്യ വസ്തുക്കളുടെ രൂപങ്ങൾ വെക്കും. താഴെ തിരികൊളുത്തുന്നതിന് പുതിയ രൂപം ഏതെങ്കിലും ബൾബൊക്കെ വെക്കുക ചെയ്യാം. അതൊക്കെ അങ്ങനത്തെ രീതി ചെയ്യും. നമ്മളുടെ ആളുകൾ ചെയ്യുന്ന ചില വീടുകളിൽ കയറി ചെന്നാൽ വീട്ടിന്റെ പുറത്ത് ഭാഗത്ത് ചുമരുകളിൽ കാണാം ഏതെങ്കിലും ജാറങ്ങളുടെ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ജാറങ്ങളുടെ ചിത്രമാണ്, അത് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ചിലതിന്റെ താഴെ ഇതേപോലെ തിരികൊളുത്തി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
തനി ശിർക്കൻ വിശ്വാസമാണത്. ഈ ആളുകൾ വിചാരിക്കുന്നത് ഈ വീട്ടിന്റെ ഐശ്വര്യവും കാവലും സംരക്ഷണവും ഒക്കെ ഈ ഫോട്ടോ, ഈ ചിത്രം, ഈ ജാറത്തിന്റെ ചിത്രം വെച്ചാൽ കിട്ടുമെന്നാണ്. ജാറത്തെ പറ്റിയാണ് അവർക്ക് വിശ്വാസം. അള്ളാഹുവിന്റെ ചിത്രം വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ജാറത്തിന്റെ ആണ്. അതിന് പകരമായിക്കൊണ്ട് അതിനെ എതിർക്കുന്ന ചില ആളുകൾ കഅബാലയത്തിന്റെ ഫോട്ടോ, മദീനയുടെ പള്ളിയുടെ ഫോട്ടോ ഒക്കെ വെക്കും. അത് ഈ ഉദ്ദേശത്തിലാണെങ്കിലോ അതേ ഉദ്ദേശമാണ് വരുന്നത്. കഅബന്റെ ഫോട്ടോ ചുമരിൽ വെക്കേണ്ട ഒരു പ്രത്യേകതയില്ല, പള്ളിയുടെ ചിത്രം വെക്കേണ്ടതുമില്ല. അതൊക്കെ വെക്കുമ്പോൾ ഈ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊന്നും അതിന്റെ താഴെ തിരികൊളുത്തി വെക്കേണ്ട സംഗതികളല്ല. അപ്പൊ ഇതും ഈ നമ്മളുടെ പ്രശ്നമാണ്. ആ വീട്ടിന്റെ ഐശ്വര്യം എന്ന നിലക്ക് വെക്കുന്നത്. ചില വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മുസ്ലിം വീടുകളിൽ ഈ തകിടുകൾ വെച്ചിട്ടുണ്ടാവും. തകിടുകൾ ചുമരുകൾ വെച്ചിട്ടുണ്ടാവും. ആ തകിടുകളിൽ അക്ഷരങ്ങൾ കൊത്തിയും തിരിച്ചും മറിച്ചും എഴുതി വെച്ചിട്ടുണ്ടാവും. ആ അക്ഷരങ്ങൾ നമുക്ക് വായിക്കാൻ അറിയില്ല. കാരണം അതിൻ്റെ അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ തല കീഴായും നേരായും ഒക്കെ കള്ളിയും കളവൊക്കെ വരച്ച് കൊത്തിവെക്കുക ചെയ്യുന്നത്. ചെമ്പ് തകിടുകളിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ടാവും. അത് ഫ്രെയിം ചെയ്ത് വെക്കുകയാണ്. കടകളിൽ വെക്കും ആളുകൾ. ഈ വിശ്വാസമുള്ള ആളുകൾ അവരുടെ കട തുടങ്ങിയാൽ കടകളിൽ അവർ ഇരിക്കുന്ന കൗണ്ടറിന്റെ ബാക്ക് ഭാഗത്ത് കാണാം. നിങ്ങൾക്ക് ക്യാഷിന്റെ ബാക്ക് ഭാഗത്ത് കാണാം, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തായി വെക്കുന്നത്? ഇങ്ങനെ ഈ ബർക്കത്ത് കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി കൊത്തിവെക്കുന്ന കുറെ വേലത്തരങ്ങളാണ് ഇതൊക്കെ. ഷിർക്കാണ് ഈ കാര്യങ്ങൾ. വിശ്വാസപരമായിട്ട് ഷിർക്കാണ്. അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുൽ ഏർപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ വാക്യം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വാതിയുർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെയും അനുസരിക്കുക. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്, ഫലശൂന്യമാക്കി കളയരുത്, പാഴാക്കി കളയരുത്. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് അനുസരിക്കേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ നഷ്ടമാക്കി കളയരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അപ്പൊ ഈ ജാതി കാര്യങ്ങൾ വീട്ടിന്റെ ഐശ്വര്യമാണ്, നന്മയാണ് എന്ന് വെച്ച് വീട്ടിലൊക്കെ ഉണ്ടില്ല. നോക്കൂ, വളരെ ശിർക്ക് വിശ്വാസം വെച്ച് പുലർത്തുന്ന ചില ആളുകൾ അവരുടെ വീട് ഉണ്ടാക്കിയിട്ട് ശേഷം മാറ്റി പണിയുന്നത് കാണാം. നല്ല പണം മുടക്കി കൃത്യമായി ഒരു ആർക്കിടെക്റ്റിനെ കാണിച്ച് എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചായിരിക്കും. എന്നാൽ പിന്നീട് കാണാം ആരെങ്കിലും വന്ന് പറയും, നോക്കിയിട്ട് ഇങ്ങനെ ചുറ്റും നടന്നു നോക്കിയിട്ട് പറയും, ഇതിന്റെ ഈ വാഷ്റൂം, ബാത്റൂം, കക്കൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ കന്നിമൂലയിലാണ്, ഇത് ലക്ഷണക്കേടാണെന്ന് പറയും. കന്നിമൂലയിലാണെന്ന് പറഞ്ഞ് ലക്ഷണക്കേട് അയാളെ കൊണ്ട് ആ വീട് പൊളിപ്പിക്കും, ആ ഭാഗം പൊളിപ്പിക്കും. നിങ്ങൾ നോക്കൂ, ആ പറയുന്നതോടുകൂടി വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വസ്വാസായി മനസ്സിൽ. അയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലേ, പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊന്ന് മാറ്റുകയെന്ന് പറയും. പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്കൊന്ന് മാറ്റുന്നതാണ് നല്ലത് പറയും. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ മനസ്സിൽ ആ തവക്കുലിന്റെ ഭാഗം ഒഴിഞ്ഞു പോകുന്നു എന്നാണ് അതിനർത്ഥം. തവക്കുലിന്റെ ഈ അന്ധവിശ്വാസങ്ങൾ എത്ര പറഞ്ഞാലും ആളുകളുടെ മനസ്സിലേക്ക് പിന്നെയും കയറി വരികയാണ്. നമ്മൾ ഇതൊക്കെ ഒഴിവാക്കാൻ തീരുമാനിച്ചാലും ചില ആളുകൾക്ക് പിന്നെയും കാണും, ഞാൻ അങ്ങനെ ആ വിശ്വാസമുള്ള ആളൊന്നും അല്ല. നമ്മൾ ആളുകൾ പറയുന്നതാണ് ഇതൊക്കെ, എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഭാര്യ അങ്ങനെ പറയുന്നത്. നമുക്ക് എന്തായാലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഭാര്യന്റെ ഉപ്പ, അമ്മോശൻ കാക്ക, അളിയനോ, അങ്ങനെ ഓരോരുത്തരെ പേര് പറഞ്ഞ് പിന്നെയും ഈ ശിർക്കും കുഫ്റും ഒക്കെ നമ്മൾ ഐശ്വര്യമുള്ള വീടാണ് ഈ പറയുന്നത്. വീടിനകത്ത് ഇസ്ലാമികമല്ലാത്തൊന്നും അനുവദനീയമല്ല. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ എല്ലാ ഐശ്വര്യവും പോയി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തകിടുകളും ഈ ഏലസുകളും ഒന്നും വിട്. നമുക്ക് വീട്ടിന്റെ 4 മൂലകളിൽ ഇത് കെട്ടി തൂക്കി വെക്കുന്ന ആളുകളുണ്ട്. ആ പ്ലോട്ടിന്റെ, ആ ഭൂമിയുടെ 4 അതിരുകൾ കുഴിച്ചു മൂടി വെക്കുന്ന ആളുകളുണ്ട്. കാവലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ചവിട്ടുപടിയിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പ് വെക്കുന്ന ആദ്യ സ്ഥലത്ത് അത് കുഴിച്ചു മൂടി വെക്കും. പോകുമ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ അതിൽ ചവിട്ടിയിട്ട് വേണം പോകാൻ, ബർക്കത്തിന് വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആളുകളുടെ വിശ്വാസം. ഇങ്ങനെ ഒരുപാട് ഷിർക്ക് കലർന്നതും അല്ലാത്തതുമായ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ വീടും പരിസരവുമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ ഒരു ബർക്കത്ത് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഈ മുസ്ലിങ്ങളല്ലാത്ത ചില മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ഇതുണ്ട് വിശ്വാസക്കെട്ടുകൾ. വെള്ളിമൂങ്ങ എന്ന് പറയുന്ന പക്ഷി, അതൊരു പക്ഷിയാണ്, സാധാരണ ഒരു പക്ഷി. അതിനെ പിടിച്ചൊന്ന് കൂട്ടിലാക്കി വീട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചാൽ
സ്ഥിരമായ ഐശ്വര്യം വഴിഞ്ഞൊഴുകുമെന്നാണ് വിശ്വാസം. അതിനെ ഒന്ന് വാങ്ങി ഒന്ന് ആ കാട്ടിൽ നിന്ന് പിടിച്ച് വിൽക്കാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് അനുവാദമല്ല, ഡിപ്പാർട്ട്മെന്റ് എടുക്കൽ കുറ്റകരമാണ്. അത് വിറ്റ ലക്ഷങ്ങളാണ് വില കിട്ടുന്നത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. എന്താ പ്രശ്നം എന്നറിയങ്ങൾ? ഈ വെള്ളി മൂങ്ങ വലിയ ബർക്കത്തുള്ള സാധനമാണ് വീട്ടിൻ്റെ അകത്തുണ്ട്. ഐശ്വര്യം വഴിഞ്ഞൊഴുകുമെന്നാണ്. എന്താ ഐശ്വര്യം എന്ന് പറയുന്നത്? കെട്ടിച്ചു പോകാത്ത പെൺകുട്ടികളെ കെട്ടിക്കും, അതാണ് ഐശ്വര്യം. ഭർത്താവിന് ഉദ്യോഗത്തിൽ ഉദ്യോഗക്കയറ്റം കിട്ടും, പിന്നെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവും, വിദേശത്തേക്ക് പോകാൻ വിസ കിട്ടും. ഇതൊക്കെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ഈ ഐശ്വര്യമൊക്കെ ഒരു വെള്ളിമുഖ അകത്തുണ്ടായ ഇവിടെ നോക്കൂ, ശിർക്കാണ് ഈ വിശ്വാസം. വീട്ടിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഈ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ശിർക്ക് കലർന്നാണ്. ലാ തുബ്തിലു അഅ്മാലക്കും, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ഫലശൂന്യമാക്കരുത്, നിഷ്ഫലമാക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ ഈ വീട് എപ്പോഴും ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ നിലനിർത്താൻ ശ്രമിക്കുക. അത് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും വീട്ടിനകത്തുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വീട് പണി തീർന്നാൽ കുടിയിരിക്കൽ, ഗൃഹപ്രവേശം എന്നൊക്കെ പറയുന്ന കുറേ ചടങ്ങുകളുണ്ട്. ഇതിൽ അനുവദനീയമായ ഭാഗങ്ങളുണ്ട്, ഹറാമായതുണ്ട്, ശിർക്ക് കലർന്നതൊക്കെയുണ്ട്. നമ്മളൊരു വീട് ഉണ്ടാക്കി സന്തോഷത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു അനുവദനീയമായ മേഖലയാണ്, ഒരു വിരോധമില്ല. പക്ഷെ നമ്മുടെ മുസ്ലിങ്ങളായ ആളുകൾ നമ്മളുടെയൊക്കെ ഇടയിലുള്ള ചില ആളുകൾ തന്നെയും വീട് കുടിയിരിക്കലിന് കുറെ ചടങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, വീട്ടിലേക്ക് ആദ്യം സുബഹിന്റെ സമയത്താണ് വീട്ടിൽ കയറാൻ പാടുള്ളൂ. വീട് കൂടാനാ വീട്ടിൽ കയറുക. വീടിന്റെ പണി കഴിഞ്ഞാൽ എപ്പോഴും ആർക്കും കയറാം, അവനവന്റെ വീടാണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജിന എന്നൊക്കെ പറഞ്ഞ് മുമ്പ് ഖുത്ബയിൽ വിശദീകരിച്ച അത് കയറിയാൽ മതി. അതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല, ഊഴമില്ല, കാലമില്ല, പ്രത്യേക അനുഗ്രഹീത സമയങ്ങളൊന്നുമില്ല. ഏത് സമയത്തും കയറാം അവനവന്റെ വീട്ടിലേക്ക്. പക്ഷെ ആദ്യം വീട്ടിലേക്ക് കയറേണ്ടത് സുബഹിന്റെ സമയത്താണ് പോലും. അത് കയറുകയല്ലാതെ മുസ്ഹഫ് അവിടെ കൊണ്ടുപോയി വെക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് ഇതൊക്കെ പറഞ്ഞത്? വീട്ടിൽ ആദ്യം മുസ്ഹഫ് കയറ്റണം എന്നുള്ളത്. പുറമെ അന്ന് സുബഹി നമസ്കാരം ആ വീട്ടിലായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹി നമസ്കാരം പള്ളിയിലാണ് നമസ്കരിക്കേണ്ടത്. പുരുഷന്മാർ പ്രത്യേകിച്ചും പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് എത്തണം. വളരെ പ്രധാനമാണ് ആ കാര്യം. ഒരു നാട്ടിലെ ആളുകൾക്ക് എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും, ഏതൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും രാത്രി വീട്ടിലെത്തുമല്ലോ. ആ വീട്ടിലെത്തിയാൽ എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു നമസ്കാരമാണ് സുബഹി നമസ്കാരം. ബാക്കി നമസ്കാരങ്ങൾക്ക് നമ്മൾ ജോലി സ്ഥലത്തോ മറ്റൊക്കെ പോവും. പക്ഷെ സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിന് ഒരു പള്ളിയിൽ എത്ര ആളുകൾ ഹാജരാകുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നാട്ടിൽ ദീൻ നിലനിൽക്കുന്നതാണ് അത് വിലയിരുത്തപ്പെടാറുള്ളത്. നല്ലപോലെ ശ്രദ്ധിക്കുക. സുബഹി നമസ്കാരത്തിന് ഒരു പള്ളിയിൽ എത്ര ആളുകൾ വരുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നാട്ടിലെ ദീനീ ബോധം വിലയിരുത്തപ്പെടുന്നത്. കാരണം എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു നമസ്കാരം സുബഹിയാണ്. കാരണം നാട്ടിലെല്ലാവരും രാത്രിയോടെ കറങ്ങാതെ വീട്ടിലെത്തും, അവർക്ക് പള്ളി വന്നാൽ മതി. ബാക്കിയൊക്കെ ജോലി സ്ഥലത്ത് മറ്റത് എന്നൊക്കെ പറഞ്ഞ് യാത്ര എന്നൊക്കെ പറയാം. സുബഹി അങ്ങനെയല്ല, നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയമാണ്. അവിടെ എത്ര ആള് വരുന്നുണ്ട് എന്ന് നമ്മുടെ പള്ളിയിലൊക്കെ പരിശോധിക്കുക. സുബഹിക്ക് എത്ര ആള് വരുന്നുണ്ട് എന്ന് അപ്പോഴറിയാം നമ്മുടെ നാട്ടിൽ എത്രത്തോളം ദീൻ നിൽക്കുന്നുണ്ട്. സുബഹി ആ പള്ളിയിൽ ഖാദിയാരെ കൊണ്ടുവന്ന് നമസ്കരിപ്പിക്കും, എന്നിട്ട് ഭക്ഷണം സൗകര്യവും കൊടുക്കും. ഒരു നിയമവും ഇല്ല. പള്ളിയിൽ നിസ്കരിക്കേണ്ട നമസ്കാരം വീട്ടിൻ്റെ അകത്ത് നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി അതിലേറെ അത്ഭുതകരമായ ഒരു സംഗതി എന്താ പറയുന്നത്? പാല് കാച്ചൽ. എന്താണിതൊക്കെ? നമ്മൾക്ക് ഇവിടുന്ന് ഈ പാല് കാച്ചലൊക്കെ വരുന്നത് തികച്ചും ഹൈന്ദവീയം. അവർക്ക് കൃഷ്ണനുമായി ബന്ധപ്പെടുത്തി, പാലാഴിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ വിശ്വാസങ്ങളുള്ള കാര്യമാണത്. അതിൽ നീന്തി തുടിക്കുന്ന ദേവനെ സംബന്ധിച്ചുള്ള വിശ്വാസം അവർക്കുണ്ട്. അത് പാല് കാച്ചലിനെ സംബന്ധിച്ച് തന്നെയും
അത് തിളച്ചു മറിഞ്ഞ് വഴിഞ്ഞൊഴുകണം എന്നാണ് ഒരു ഭാഗത്ത്. ചില ഭാഗങ്ങളിലൊക്കെ അത് ഒഴുകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നു. പാല് കാച്ചലോ നമ്മൾക്ക് ഹിന്ദുക്കളുടെ പൂജയുമായി ബന്ധപ്പെട്ടാണ്. ഈ കുടിയിരിക്കലിന് പലയിടത്തും പറയുന്നത് കുറ്റൂസ എന്നാണ്. എന്തായി കുറ്റൂസ? കുറ്റിയൂട്ട് പൂജ. അത് നമ്മളെ മലപ്പുറം മലയാളത്തിൽ പറഞ്ഞ അങ്ങനെയായതാണ്. കുറ്റിയൂട്ട് പൂജ. നമ്മൾക്ക് എന്ത് പൂജയാണ് സഹോദരന്മാരെ? അതാണ് നമ്മൾ ഈ നടത്തുന്നത്. കുറ്റിയൂട്ട് പൂജ ഉണ്ടോ നമ്മൾക്ക് ഈ പാല് കാച്ചലുണ്ടോ? നോക്കൂ, യാതൊരു മടിയുമില്ലാതെ ഈ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ അങ്ങോട്ട് വിളിച്ച് സുബഹി അവിടെ വെച്ച് നമസ്കരിപ്പിക്കും, മുസാഫ് അങ്ങോട്ട് കയറ്റി വെക്കും. അതോടുകൂടി മുസാഫിലുള്ള എല്ലാ ബന്ധവും കഴിഞ്ഞു. അതൊരു അലമാരിയിലേക്ക്, ഷോക്കേസിലേക്ക് ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചാൽ നല്ല വീടായി മാറിയതാ. അവിടെ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ട സ്ഥലമാണ്. അതൊന്നും ചെയ്യാതെ ഈ രീതിയിൽ നടക്കുന്നു. നോക്കൂ, പണി പൂർത്തിയാകുന്ന വീട്ടിന്റെ അടുക്കൽ ഈ തച്ചൻ കൂളി എന്ന് പറയുന്ന ആശാരിമാരുടെ ദേവനെ പൂജിക്കുന്ന പരിപാടിയാണിത്, ഈ കുറ്റിയൂട്ട് പൂജ. അതാണ് നമ്മൾ കുറ്റൂസ എന്ന് പറഞ്ഞ് നടത്തുന്നത്. നമ്മൾക്ക് എന്താ ഇതുമായിട്ടുള്ള ബന്ധം? ഒന്ന് തിരിച്ചറിഞ്ഞൂടെ ഈ കാര്യങ്ങളൊക്കെ? നമ്മൾക്ക് പാല് കാച്ചലുമില്ല, ഒരു ബർക്കത്തും അതിലൊന്നുമില്ല. തട്ടിപ്പാണ് ഈ പരിപാടികളൊക്കെ, അന്ധവിശ്വാസമാണ്. അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ്, ഈ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കെല്ലാം ഉണ്ട്. ക്രൈസ്തവ വിഭാഗമാണെങ്കിൽ അവരെല്ലാ ആളുകളെയും വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്താക്കിയിട്ട് അവരുടെ പാതിരി അങ്ങോട്ട് കയറും ആദ്യം. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുറെ പ്രാർത്ഥനകളും ചടങ്ങുകളും ഒക്കെ ഉണ്ട്, തിരികൊളുത്തലും മറ്റൊക്കെ ഏർപ്പാടുകൾ. നമുക്കും അതേമാതിരി കുറെ ഏർപ്പാട്. നമുക്ക് എവിടുന്ന് അത് വരുന്നത്? ഖുർആനിൽ ഇതുവല്ലോ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും വീട് വെഞ്ചരിക്കാനും ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടോ? ഒന്നും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. ഒരു വീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സന്തോഷത്തിൽ നമ്മളെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. കൊടുക്കാത്തതിന്റെ പേരിൽ പ്രശ്നം, കൊടുത്താൽ അനുവദനീയമാണ്, നല്ലൊരു കാര്യമാണെന്നേ പറയാൻ കഴിയുള്ളൂ. അത്രേ അതിനുള്ളൂ. അതിലപ്പുറം നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടുകൾ മുഴുവനും ചടങ്ങുകളായിട്ട് ഈ പാല് കാച്ചലും ഏർപ്പാടും ഒക്കെ മതവിരുദ്ധമാണ്. പലതും ഹൈന്ദവരുടേതാണ്, ശിർക്ക് കലർന്നതാണ്. അതൊക്കെ ഒഴിവാക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹു വ അത്തിയു റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും അനുസരിക്കുക. അള്ളാഹു റസൂല് പറഞ്ഞത് കേട്ട് നടക്കുക. വലാ തുബ്തിലു അഅ്മാലക്കും, അതിന് വിരുദ്ധമായിട്ടോ വ്യത്യസ്തമായോ ചെയ്ത് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന ഖുർആന്റെ ആഹ്വാനം എല്ലാ രംഗത്തും സൂക്ഷിക്കുക. ഐശ്വര്യമുള്ള വീട് എന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാമികമായ സംസ്കാരത്തിലുള്ള ഒരു വീടാണ്. അങ്ങനെ ആക്കിയെടുക്കാൻ നമ്മൾ മുതിർന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സർവശക്തൻ നമ്മളെയൊക്കെ അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.